ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. കരിപ്പൂരിൽ നിന്ന് വലിയ വിമാന സർവീസ് പുനരാരംഭിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണം ആരംഭിക്കുന്നു. നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരുമിച്ച് മാന്ത്രിക വിദ്യയുടെ വിസ്മയ കാഴ്ചയുമായി മുതുകാടിന്റെ ഇല്യൂഷൻ ടു ഇൻസ്പിരേഷൻ. ദേശീയ മാസ്റ്റേഴ്സ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. മാസ്റ്റേഴ്സ് ക്ലാസിക് വിഭാഗത്തിൽ മഹാരാഷ്ട്രയ്ക്ക് ഓവറോൾ കിരീടം. കേരളം റണ്ണറപ്പ് നേടി. ജനസംഖ്യാ വർധനയും ആശുപത്രി സംസ്കാരവും എല്ലാം പകർച്ചവ്യാധികൾ കൂടാൻ കാരണമാകുന്നതായി ഡോക്ടർ ചാന്ദിനി. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. കരിപ്പൂരിൽ നിന്ന് വലിയ വിമാന സർവീസ് പുനരാരംഭിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. സർവീസ് ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് MDC പ്രതിനിധികൾ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഉന്നത അധികൃതർക്ക് നിവേദനം നൽകി. 5 വർഷങ്ങൾക്ക് മുൻപ് കരിപ്പൂർ വിമാനത്താവളത്തിൽ വിമാനാപകടം നടന്നതിനെ തുടർന്നാണ് കോഡ് ഈ വിമാനങ്ങൾ ഇവിടെ സർവീസ് നിർത്തിയത്. ഇത്തരം വലിയ വിമാനങ്ങൾ സർവീസ് നടത്താത്തത് മലബാറിലേക്കുള്ള യാത്രക്കാരെയും കാർഗോ കയറ്റുമതിയെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്ന് MDC പ്രസിഡന്റ് ഷവലിയാർ C. ചാക്കുണ്ണി പറഞ്ഞു. എത്രയും വേഗം വലിയ വിമാന സർവീസ് കരിപ്പൂരിൽ നിന്നും ആരംഭിക്കാൻ നിരന്തര പരിശ്രമത്തിലാണ് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. എത്രയും വേഗം കോഴിക്കോട് നിന്ന് കോഴി വിമാന സർവീസ് ആരംഭിക്കാൻ കേരള സർക്കാരും കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളും കേരള സഹമന്ത്രിമാരും എല്ലാവരും ഒറ്റക്കെട്ടായി കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്തണമെന്നും അതോടൊപ്പം തന്നെ യാത്രക്കാരുടെ മാത്രമല്ല, മലബാറിലെ യാത്രക്കാരുടെ മാത്രമല്ല, ഹാജിമാരുടെയും കാർഗോ കയറ്റുമതിക്കാരുടെയും ഇറക്കുമതിക്കാരുടെയും ചികിത്സയ്ക്ക് വരുന്നവർക്ക് പോലും മലബാറിലേക്ക് എത്തണമെങ്കിൽ മറ്റു വിമാനത്താവളം ആശ്രയിക്കേണ്ട അവസ്ഥയാണിത്. കണ്ണൂർ വിമാനത്താവളം കോളിംഗ് ഓഫ് പോയിന്റ് പദവി കൊടുത്തിട്ടില്ല. ഈ കാര്യങ്ങളെ നേടിവെക്കുന്നതിന് എല്ലാവരും ഒറ്റക്കെട്ട പ്രവർത്തിക്കണമെന്നാണ് മലബാർ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എയർപോർട്ട് ഉപദേശക സമിതി അംഗം കൂടിയായ C. ചാക്കുണ്ണി, MDC വൈസ് പ്രസിഡന്റ് A. ശിവശങ്കരൻ എന്നിവർ ചേർന്ന് ഇതു സംബന്ധിച്ച നിവേദനം പ്രധാനമന്ത്രി, വ്യോമയാന മന്ത്രി, DGCA ചെയർമാൻ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നിവർക്ക് നൽകി. പ്രമുഖ വിമാന കമ്പനികളുമായി നടത്തിയ ചർച്ചയിൽ വലിയ വിമാനങ്ങൾ സർവീസ് നടത്താൻ സന്നദ്ധത പ്രകടിപ്പിച്ചതായും പ്രസിഡന്റ് C. ചാക്കുണ്ണി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണം ആരംഭിക്കുന്നു. നിർമ്മാണ പ്രവർത്തികളുടെ ഉദ്ഘാടനം 31-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി ഇരട്ട തുരങ്കപാത പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം 31-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അന്തിമ അനുമതി ലഭിച്ചതിനെ തുടർന്ന് നിർവഹണ ഏജൻസിയായ കൊങ്കൺ റെയിൽവേ വിവിധ കമ്പനികളുമായി കരാർ ഒപ്പിടുന്നതിന്റെ അന്തിമഘട്ടത്തിലാണ്. കോഴിക്കോട് ജില്ലയിലാണ് ഉദ്ഘാടനമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും പദ്ധതി പ്രദേശത്തായിരിക്കുമോ നഗരത്തിലായിരിക്കുമോ ചടങ്ങ് എന്നത് നിശ്ചയിച്ചിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പ്, കിഫ്ബി, കൊങ്കൺ റെയിൽവേ എന്നിവയുടെ സംയുക്ത കരാറിലാണ് നിർമ്മാണം നടക്കുക. ഭോപ്പാൽ ആസ്ഥാനമായുള്ള ദിലീപ് ബിൽഡ്കോൺ, കൊൽക്കത്ത ആസ്ഥാനമായുള്ള റോയൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നീ കമ്പനികളാണ് കരാറെടുത്തത്. 2134 കോടി രൂപയാണ് പദ്ധതി ചെലവ്. പരിസ്ഥിതിക്ക് ദോഷകരമാണ് പദ്ധതിയെന്ന് ചൂണ്ടിക്കാട്ടി പരിസ്ഥിതി പ്രവർത്തകർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സ്റ്റേ ലഭിക്കാത്തതിനാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിൽ തടസ്സമില്ലെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരുമിച്ച് മാന്ത്രിക വിദ്യയുടെ വിസ്മയ കാഴ്ചയുമായി മുതുകാടിന്റെ ഇല്യൂഷൻ ടു ഇൻസ്പിരേഷൻ. പ്രൊവിഡൻസ് കോളേജിൽ 9-ാം തീയതി ശനിയാഴ്ചയാണ് വിസ്മയ കാഴ്ച ഒരുങ്ങുന്നത്. ഞാൻ സഞ്ചരിച്ച മേഖലകൾ എന്നെ സപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ പിടിച്ചുയർത്തിയ ആളുകൾ അതിനകത്ത് എല്ലാം വരുന്നുണ്ട്. അമ്മ വരുന്നുണ്ട്, കുടുംബം വരുന്നുണ്ട്, പിന്നെ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ കമ്മിറ്റ്മെന്റ് വരുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് വെച്ച് കഴിഞ്ഞ ശേഷം കാസർഗോഡ് പോയിട്ട് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. വർഷങ്ങൾക്കു ശേഷം ഗൃഹാതുരത്ത് ഓർമ്മകൾ പുതുക്കി പഴയ ട്രൂപ്പ് അംഗങ്ങൾക്കൊപ്പം ഗോപിനാഥ് മുതുകാട് കേരളത്തെ വിസ്മയിപ്പിച്ച ഇന്ദ്രജാല വിരുന്നുമായി ഒരിക്കൽ കൂടി മാത്രം വേദിയിലെത്തുന്നു. ജാലവിദ്യ ഒരിക്കലും ഉപേക്ഷിക്കരുതെന്ന ആത്മവിശ്വാസം പകർന്നു നൽകിയ തന്റെ പിതാവ് കുഞ്ഞുണ്ണി നായർക്കുള്ള സമർപ്പണമായി കോഴിക്കോട് പ്രൊവിഡൻസ് കോളേജിൽ 9-ന് ശനിയാഴ്ച ഒരുക്കുന്ന ഇല്യൂഷൻ ടു ഇൻസ്പിരേഷൻ ജാലവിദ്യ പരിപാടിക്കാണ് മുതുകാടും സംഘവും അരങ്ങിലെത്തുന്നത്. മുതുകാട് പ്രൊഫഷണൽ ജാലവിദ്യ രംഗത്തു നിന്നും പിന്മാറിയതോടെ ട്രൂപ്പ് അംഗങ്ങൾ വിവിധ ഇടങ്ങളിലേക്കും മറ്റ് ജോലികളിലേക്കും ചേക്കേറിയിരുന്നു. കുടുംബവും കുട്ടികളുമൊക്കെയായുള്ള ജീവിതത്തിനിടെയാണ് അപ്രതീക്ഷിതമായി വീണ്ടും ഒരിക്കൽ കൂടി ജാലവിദ്യയിൽ സഹകരിക്കാൻ അവസരം കിട്ടുന്നത്. പലരും വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കമെത്തിയാണ് പരിശീലനം പൂർത്തിയാക്കി ഇന്ദ്രജാലത്തിന് തയ്യാറാകുന്നത്. ഇല്യൂഷൻ ടു ഇൻസ്പിരേഷൻ ജാലവിദ്യ പരിപാടി ഇന്ത്യൻ മാന്ത്രിക ലോകത്തെ അതികായൻ PC സർക്കാർ ജൂനിയർ ഉദ്ഘാടനം ചെയ്യും. ഭിന്നശേഷി വിഭാഗത്തിന്റെ സമഗ്ര വികാസത്തിനായി ഗോപിനാഥ് മുതുകാടിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡിഫറൻറ്റ് ആർട്സ് സെന്ററിന്റെ മറ്റൊരു പദ്ധതിയാണ് കാസർഗോഡ് ആരംഭിക്കുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്. ഈ പദ്ധതിക്കുള്ള പിന്തുണയും കൂടിയാണ് ഈ ഇന്ദ്രജാല പരിപാടി. ജീവിതത്തിന്റെ തുടക്കം മുതൽ ഈ ഇങ്ങോട്ട് ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകൾ, നമുക്ക് കടപ്പെട്ട ആളുകൾ, അവരോട് ഒരു വാക്ക് നേരിട്ട് കണ്ട് നന്ദി പറയുകയും ഈ 10 വർഷം നമ്മുടെ എല്ലാം ഡെത്ത് ക്ലീനിങ് എന്ന് പറയുന്നത് നമ്മളെല്ലാം ഉപേക്ഷിച്ച് എല്ലാം കളഞ്ഞ് ചിരിച്ചുകൊണ്ട് മരിക്കുക എന്നാണ് അതിനകത്ത് പറയുന്ന ഒരു സംഭവം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chemanur International Jeweler. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ മിനിസ്റ്റേഴ്സ് ഖാദി, അജ്രക്, ബാത്തിക്, സിൽക്ക് സാരികൾ, കലംകരി, പ്രിന്റഡ് തുടങ്ങിയ മസ്ലിൻ സാരികൾ, ഷർട്ട് പീസുകൾ, കുപ്പടം തോത്തികൾ, ബെഡ്ഷീറ്റുകൾ, ചുരിദാറുകൾ, പരവതാനികൾ, ഉന്നം നിറച്ച കിടക്കുകൾ, റെഡിമെയ്ഡുകൾ, ലുങ്കികൾ, കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, കാർപ്പറ്റുകൾ, ചൂരൽ കസേരകൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, കറിക്കത്തികൾ, പച്ചക്കറി വിത്തുകൾ, വളങ്ങൾ, അലങ്കാര ചെടികൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മൂല്യവർദ്ധിത തേൻ ഉൽപ്പന്നങ്ങൾ, ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റും, ലെതർ ഉൽപ്പന്നങ്ങൾ, ചെരിപ്പുകൾ, ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവും, സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യവും. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ദേശീയ മാസ്റ്റേഴ്സ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. മാസ്റ്റേഴ്സ് ക്ലാസിക് വിഭാഗത്തിൽ മഹാരാഷ്ട്രയ്ക്ക് ഓവറോൾ കിരീടം, കേരളം റണ്ണറപ്പ് നേടി. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് O രാജഗോപാൽ വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. കഴിഞ്ഞ 5 ദിവസങ്ങളിലായാണ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ദേശീയ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് നടത്തിയത്. 292 പോയിന്റുമായി ക്ലാസിക്കിലും 257 പോയിന്റുമായി എക്യുപ്പിഡ് വിഭാഗത്തിലും മഹാരാഷ്ട്ര ഓവറോൾ കിരീടം നേടി. വിജയികൾക്ക് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് O രാജഗോപാൽ ട്രോഫികൾ സമ്മാനിച്ചു. അസോസിയേഷൻ ആരാണോ അംഗീകരിക്കുന്നത് ആ അംഗീകരിക്കുന്ന അസോസിയേഷനെ സ്പോർട്സ് കൗൺസിൽ പിന്തുണയ്ക്കുന്നുള്ളൂ. അതല്ലാതെ
അനധികൃതമായി വരുന്ന ഒരാളെയും സ്പോർട്സ് കൗൺസിൽ അംഗീകരിക്കില്ല എന്ന് വളരെ ശക്തമായി തന്നെ ഞാൻ അവരോട് സംസാരിക്കുകയും അതിൻ്റെ ഭാഗമായി തന്നെ ഇത് വലിയൊരു വാശിയോടുകൂടി ഇതിനും ഇതിൻ്റെ ടീമിനും അങ്ങേയറ്റം അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. 2 വിഭാഗങ്ങളിൽ കേരളം റണ്ണറപ്പും മധ്യപ്രദേശ് 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. എക്യുപിഡ് വിഭാഗത്തിൽ തമിഴ്നാട് 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. എക്യുപിഡ് പുരുഷ വിഭാഗത്തിൽ ബെസ്റ്റ് ലിഫ്റ്റേഴ്സിനായി അമിത് ഹരിയാന, ദയാനന്ദ റെഡ്ഡി തെലുങ്കാന, ബാബു ഐ സെബാസ്റ്റ്യൻ, മേരി ബീന കേരളം, ഡോക്ടർ ഷർവാരി ഇനാമദാർ മഹാരാഷ്ട്ര, മീന ശർമ്മ മധ്യപ്രദേശ് എന്നിവർ വിവിധ വയസ്സ് കാറ്റഗറിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. പവർ ലിഫ്റ്റിംഗ് ഇന്ത്യ പ്രസിഡന്റ് കെ സതീഷ് കുമാർ അധ്യക്ഷനായി. അജിത് എസ് നായർ, പി ജെ ജോസഫ്, അർജുന, മോഹൻ പീറ്റേഴ്സ്, മിഥുൻ കുമാർ ആദാടി, പ്രഗ്നേഷ് എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജനസംഖ്യാ വർധനയും ആശുപത്രി സംസ്കാരവുമെല്ലാം പകർച്ചവ്യാധികൾ കൂടാൻ കാരണമാകുന്നതായി ഡോക്ടർ ചാന്ദിനി. കേരള ആപ്പിക്കോൺ 2025 വിശദാംശങ്ങളെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. നമ്മുടെ ഇപ്പോൾ അസോസിയേഷൻ ഓഫ് ഫിസിഷ്യൻസ് ഓഫ് ഇന്ത്യ ഈ ഓർഗനൈസേഷൻ നാഷണൽ ലെവലിൽ 1944 ഇൻഡിപെൻഡൻസിന് മുമ്പേ തുടങ്ങിയ ഒരു അസോസിയേഷനാണ്. അതിൻ്റെ കേരള ഘടകമാണ് API കേരള ചാപ്റ്റർ. അതിൻ്റെ ആനുവൽ കോൺഫറൻസ് ആണ് നമ്മളിപ്പോൾ നടത്താൻ പോകുന്നത്. ഇതിൽ MD മെഡിസിനുള്ള എല്ലാ ഫിസിഷ്യൻസും, അത് ഏത് സ്പെഷ്യാലിറ്റി ആണെങ്കിലും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയാണ്. അസോസിയേഷൻ ഓഫ് ഫിസിഷ്യൻസ് ഓഫ് ഇന്ത്യ കേരള ചാപ്റ്റർ വാർഷിക സമ്മേളനം കേരള ആപ്പിക്കോൺ 2025 ശനിയും ഞായറും അരിടത്തുപാലം ഹോട്ടൽ ടിആർഎയിൽ നടക്കുമെന്ന് API കേരള ചാപ്റ്റർ ചെയർപേഴ്സൺ ഡോക്ടർ ആർ ചാന്ദിനിയും സെക്രട്ടറി ഡോക്ടർ നീരജ് മാണിക്കത്തും പറഞ്ഞു. ശനിയാഴ്ച രാത്രി 7-ന് മുതിർന്ന ഫിസിഷ്യൻ പ്രൊഫസർ KP പൗലോ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കാലിക്കറ്റ് ഫോറം ഓഫ് ഇന്റേണൽ മെഡിസിനുമായി ചേർന്നാണ് സമ്മേളനം നടത്തുന്നത്. സാംക്രമിക രോഗങ്ങൾ, കാരണം, ചികിത്സ, പ്രായമായവരിലെ രോഗങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുമെന്ന് ഓർഗനൈസിംഗ് സെക്രട്ടറി ഡോക്ടർ റോജിത്ത് കെ ബാലകൃഷ്ണൻ പറഞ്ഞു. ജനസംഖ്യാ വർധനയും ആശുപത്രി സംസ്കാരവും എല്ലാം പകർച്ചവ്യാധികൾ കൂടാൻ കാരണമാകുന്നതായി ഡോക്ടർ ചാന്ദിനി പറഞ്ഞു. വിവാഹ സൽക്കാരങ്ങൾക്കും മറ്റും നൽകുന്ന വെൽക്കം ഡ്രിങ്കിനായി നല്ല വെള്ളം ഉപയോഗിക്കാത്തത് മഞ്ഞപ്പിത്തം കൂടുന്നതിന് കാരണമാകുന്നുണ്ട്. സ്ട്രെസ് ലെവൽ കൂടുന്നത് ജീവിതശൈലി രോഗങ്ങൾക്ക് ഇടയാക്കുന്നു. കേരളത്തിലെ ആളുകളിൽ ആന്റിബയോട്ടിക് ദുരുപയോഗം കുറച്ചുകൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. രോഗികൾക്ക് അനാവശ്യ ടെസ്റ്റുകൾ ഒഴിവാക്കണമെന്നും അവർ പറഞ്ഞു. ഓരോ പ്രാവശ്യവും ആ പ്രാവശ്യത്തെ ആനുകാലിക പ്രസക്തമായ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നമ്മൾ അങ്ങനെ വരുമ്പോൾ ഇൻഫെക്ഷൻസ് വരുന്നുണ്ട്. ഡെങ്കി, ലെപ്റ്റോ, കോഴിക്കോടിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ നിപ്പ പല പ്രാവശ്യം ഡീൽ ചെയ്ത ആളുകളാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശക്തി സ്വരൂപിണിയായ ശ്രീ വളയനാട് ദേവിക്ക് ഭക്തസാന്ദ്രമായി ശാന്താട്ടം. ചടങ്ങുകളിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. വട്ടോളി ഇല്ലത്ത് കൃഷ്ണൻ മൂസതിന്റെയും കുഞ്ഞിശങ്കരൻ മൂസതിന്റെയും നടുവിലെപ്പാട്ടില്ലത്ത് കേശവൻ മൂസതിന്റെയും നേതൃത്വത്തിലാണ് വളയനാട്ടമ്മയ്ക്ക് ചാന്താട്ട മഹോത്സവ ചടങ്ങുകൾ നടന്നത്. ചാന്താട്ട ദിനത്തിൽ രാവിലെ മുതൽ വിശേഷാൽ പൂജകൾ ആരംഭിച്ചു. കലശപൂജയ്ക്കും ചാന്ത് പൂജയ്ക്കും പാണി, ഉച്ചപൂജ എന്നിവയ്ക്കും ശേഷം ചാന്താട്ടം നടന്നു. ഉത്സവത്തിന്റെ ഭാഗമായി തായമ്പക, കളമെഴുത്തുപാട്ട്, എഴുന്നള്ളിപ്പ്, കുറുപ്പിന്റെ കൽപ്പന എന്നിവയും ഉണ്ടായിരുന്നു. ദേവിയുടെ അനുഗ്രഹത്തിനും ആഗ്രഹങ്ങൾ സഫലമാകാനും ഐശ്വര്യത്തിനുമായി നിരവധി ഭക്തജനങ്ങൾ ചാന്താട്ട ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ക്ഷേത്രത്തിലെത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ചാരുത
Bobby Chamanur International Jeweler. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ മിനിസ്റ്റേഴ്സ് ഖാദി അജ്രക് ബാത്തിക് സിൽക്ക് സാരികൾ കലംകരി പ്രിന്റഡ് തുടങ്ങിയ മസ്ലിൻ സാരികൾ ഷർട്ട് പീസുകൾ കുപ്പടം തോത്തികൾ ബെഡ്ഷീറ്റുകൾ ചുരിദാറുകൾ പരവതാനികൾ ഉന്നം നിറച്ച കിടക്കകൾ റെഡിമെയ്ഡുകൾ ലുങ്കികൾ കരകൗശല വസ്തുക്കൾ ലെതർ ഉൽപ്പന്നങ്ങൾ ബേക്കറി ഉൽപ്പന്നങ്ങൾ ഗ്രോസറി ഉൽപ്പന്നങ്ങൾ ഫർണിച്ചറുകൾ കാർപ്പറ്റുകൾ ചൂരൽ കസേരകൾ പാലക്കാടൻ മൺപാത്രങ്ങൾ കറിക്കത്തികൾ പച്ചക്കറി വിത്തുകൾ വളങ്ങൾ അലങ്കാര ചെടികൾ ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മൂല്യവർദ്ധിത തേൻ ഉൽപ്പന്നങ്ങൾ ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റും ലെതർ ഉൽപ്പന്നങ്ങൾ ചെരിപ്പുകൾ ഫർണിച്ചറുകൾ കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവും സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യവും ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഒടുമ്പ്ര കളക്കണ്ടി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്ര സന്നിധിയിൽ കൊച്ചു കലാകാരന്മാരുടെ ചെണ്ട അരങ്ങേറ്റം. വിഷ്ണു ഒടുമ്പ്ര അഭ്യസിപ്പിച്ച അലൻ കൃഷ്ണ, അക്ഷജ് എന്നിവരാണ് ആദ്യ പ്രകടനം നടത്തിയത്. ബെസ്റ്റ് ഓഫ് ഇന്ത്യ ലോക റെക്കോർഡ് ജേതാവായ വിഷ്ണു ഒടുമ്പ്ര ചെണ്ടമേളത്തിൽ തന്റെ പ്രതിഭ തെളിയിച്ചു കഴിഞ്ഞ കലാകാരനാണ്. തന്റെ കലാസപര്യക്കൊപ്പം നിരവധി ശിഷ്യർക്കും ആ അറിവ് പകർന്നു നൽകുന്നുണ്ട് വിഷ്ണു ഒടുമ്പ്ര. വിഷ്ണു പരിശീലിപ്പിച്ച യുവ കലാകാരന്മാരായ അലൻ കൃഷ്ണയുടെയും അക്ഷജിന്റെയും ചെണ്ടമേള അരങ്ങേറ്റം ഒടുമ്പ്ര കളക്കണ്ടി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്ര സന്നിധിയിൽ നടന്നു. കലാസ്നേഹികളും ചെണ്ട കലാകാരന്മാരും ഭക്തജനങ്ങളും സാക്ഷികളായ അരങ്ങേറ്റം കുട്ടികളുടെ കലാജീവിതത്തിന് ഐശ്വര്യപൂർണമായ തുടക്കമായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഉമ്പായി അനുസ്മരണ സമിതി സംഘടിപ്പിച്ച ഓർമ്മകളിൽ ഉമ്പായി 2025 കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്നു. ഉമ്പായിയുടെ 20 ഗാനങ്ങൾ കളരിക്കൽ സുന്ദരൻ ആലപിച്ചു. ഉമ്പായി അനുസ്മരണ സമിതി സംഘടിപ്പിച്ച ഓർമ്മകളിൽ ഉമ്പായി 2025 ഉമ്പായി അനുസ്മരണവും ഗാനസന്ധ്യയും അഹമ്മദ് ദേവർകോവിൽ MLA ഉദ്ഘാടനം ചെയ്തു. MA റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ NP സൗഫിയ, NP മുജീബ്, ജനറൽ കൺവീനർ MP ഇസ്മായിൽ എന്നിവർ പ്രസംഗിച്ചു. അബാക്കസ് പരീക്ഷയിൽ ദേശീയ തലത്തിൽ 1ാം റാങ്ക് നേടിയ മുഹമ്മദ് എബിൻ, SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ മുഹമ്മദ് അൻസാഫ്, റിദ്ദ നിസ്രീൻ, സംസ്ഥാന പവർ ലിഫ്റ്റിംഗ് 74 കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ NP ആഷിഖ് എന്നിവരെ ആദരിച്ചു. ഉമ്പായിയുടെ 20 ഗാനങ്ങൾ കളരിക്കൽ സുന്ദരൻ ആലപിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കലയിലൂടെ കരുതൽ എന്ന ആശയവുമായി സമൂഹത്തിലെ വിവിധ കോണുകളിലെ ഒരു കൂട്ടം സ്ത്രീകൾ 2013 തുടക്കമിട്ട എളിയ സംരംഭം ഒരു പതിറ്റാണ്ട് തികയ്ക്കുന്ന സ്നേഹവർണ്ണങ്ങൾ ക്യാൻസർ വാർഡിലെ കുരുന്നുകൾക്കായി സ്കോളർഷിപ്പ് പദ്ധതിയുമായി വീണ്ടും പ്രദർശനത്തിന് തയ്യാറെടുക്കുന്നു. കലാകാരികളായ 101 വീട്ടമ്മമാർ ഒരുക്കുന്ന പ്രദർശനത്തിൽ നിന്നും ലഭിക്കുന്ന തുക കൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ കുരുന്നുകൾക്കായാണ് സ്നേഹസ്പർശം എന്ന സ്കോളർഷിപ്പ് പദ്ധതി ഒരുക്കുന്നത്. ഓഗസ്റ്റ് 8 മുതൽ 12 വരെ കോഴിക്കോട് ലളിതകലാ അക്കാദമിയുടെ ആർട്ട് ഗാലറിയിലാണ് പ്രദർശനം. ഓഗസ്റ്റ് 8 രാവിലെ 10 മണിക്ക് തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത സിനിമാ നടനും സംവിധായകനുമായ ജോയ് മാത്യു മുഖ്യാതിഥിയായിരിക്കും. ഓഗസ്റ്റ് 12 വൈകുന്നേരം 4 മണിക്ക് സ്നേഹസ്പർശം സ്കോളർഷിപ്പ് ഡോക്ടർ VT അജിത് കുമാർ വിതരണം ചെയ്യും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരിപ്പൂരിൽ നിന്ന് വലിയ വിമാന സർവീസ് പുനരാരംഭിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ.
ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണം ആരംഭിക്കുന്നു. നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരുമിച്ച് മാന്ത്രിക വിദ്യയുടെ വിസ്മയ കാഴ്ചയുമായി മുതുകാടിന്റെ ഇല്യൂഷൻ ടു ഇൻസ്പിരേഷൻ. ദേശീയ മാസ്റ്റേഴ്സ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. മാസ്റ്റേഴ്സ് ക്ലാസിക് വിഭാഗത്തിൽ മഹാരാഷ്ട്രയ്ക്ക് ഓവറോൾ കിരീടം. കേരളം റണ്ണറപ്പ് നേടി. ജനസംഖ്യാ വർധനയും ആശുപത്രി സംസ്കാരവും എല്ലാം പകർച്ചവ്യാധികൾ കൂടാൻ കാരണമാകുന്നതായി ഡോക്ടർ ചാന്ദിനി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.